നമസ്കാരം. ആണവ വിഷയത്തിൽ ട്രംപിന്റെ പണിയാകെ ചീറ്റിയ മട്ടാണിപ്പോൾ. സൗകര്യങ്ങൾ പോരായെങ്കിലും ഏകപക്ഷീയമായി ആണവ പരീക്ഷണം നടത്തിയേ അടങ്ങൂ എന്നാണ് ട്രംപിന്റെ തുള്ളൽ. എന്ത് കണ്ടിട്ടാണോ ട്രംപിന്റെ ഈ തുള്ളൽ എന്നറിയില്ല. ഭരിച്ച് അമേരിക്കയിൽ ഇനി നശിക്കാൻ ബാക്കിയൊന്നുമില്ല. സർക്കാർ അടച്ചുപൂട്ടൽ 38 ദിവസത്തിലേക്ക് എത്തി. അതാണ് ട്രംപ് അമേരിക്കയുടെ തലപ്പത്തി എത്തിയത് സർവനാശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ട്രംപിന്റെ ഈ ഭ്രാന്തൻ നയങ്ങൾ കാരണം ആകെ നട്ടം തിരിയുകയാണ് അമേരിക്കൻ ജനത. എന്തായാലും പറഞ്ഞു വരുന്നത് ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്ക പൂർണ്ണ തോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുകയാണെങ്കിൽ അതിന് ആനുപാതികമായ ശക്തമായ പ്രതികരണം നൽകാൻ റഷ്യ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പരീക്ഷണം നടത്താത്ത ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു ട്രംപ് യുദ്ധവകുപ്പിന് ആണവ പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ ഉത്തരവിട്ടത്. റഷ്യയും ചൈനയും രഹസ്യ ആണവ സ്ഫോടനങ്ങൾ നടത്തിയെന്ന ട്രംപിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും റഷ്യയും ചൈനയും ഇത് നിഷേധിക്കുകയും ചെയ്തു. ഉത്തരവാദിത്വമുള്ള ആഗോള ശക്തി എന്ന നിലയിൽ ഈ വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും ഒരു ഔദ്യോഗിക വിശദീകരണം റഷ്യ പ്രതീക്ഷിച്ചിരുന്നു. നയതന്ത്ര മാർഗങ്ങളിലൂടെ അമേരിക്ക ഇതുവരെ തങ്ങളുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ പൊതു അഭിപ്രായങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വന്തം നയത്തെക്കുറിച്ച് പോലും അവർക്ക് ഒരു ഏകീകൃത ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ആണവ ഡെലിവറി വെഹിക്കിൾ പരീക്ഷണങ്ങളെ കുറിച്ചാണോ അതോ നിർണായകമല്ലാത്ത സ്ഫോടനങ്ങളെ കുറിച്ചാണോ എന്നതും വ്യക്തമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം അമേരിക്കൻ ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പരീക്ഷണങ്ങളിൽ പൂർണ്ണ തോതിലുള്ള ആണവ സ്ഫോടനങ്ങൾ ഉണ്ടാകില്ല, നിർണായകമല്ലാത്തവ ഉൾപ്പെടാമെന്നും സൂചിപ്പിച്ചിരുന്നു മുമ്പ്. ഈ നിർണായക ഘട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്ഥിരതയാർന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മറ്റ് ഒപ്പുവെച്ച രാജ്യങ്ങളിൽ ഉടമ്പടി പാലിക്കുകയാണെങ്കിൽ റഷ്യ സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി പാലിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പു നൽകുന്നുണ്ട്. അമേരിക്കൻ പദ്ധതികളെ കുറിച്ചുള്ള ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വിശകലനം ചെയ്യുവാനും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി മതിയായ പ്രതികരണം തയ്യാറാക്കുവാനും വിദേശകാര്യ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഏജൻസികൾക്കും പുടിൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ആണവ നിരായുധീകരണത്തിനു വേണ്ടി ലോകരാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ ഏകപക്ഷീയമായ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ നീക്കം ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അമേരിക്കയുടെ ഉദ്ദേശങ്ങളെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാത്തതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച